റോഡിലെ വൻ കുഴികളെ ഭയന്ന് വഴിമാറി സഞ്ചരിച്ച് മുഖ്യമന്ത്രി. ചൂണ്ടൽ കുറ്റപ്പുറം സംസ്ഥാന പാതയിലെ കുഴികൾ ഒഴിവാക്കി വടക്കഞ്ചേരി വഴിയാണ് ഇന്നലെ മുഖ്യമന്ത്രി തൃശൂർ രാമനിലയത്തിലെത്തിയത്. കുഴി ഒഴിവാക്കാൻ 24 കിലോമീറ്റർ ദൂരത്തിന് പകരം മുഖ്യമന്ത്രി സഞ്ചരിച്ചത് 40 കിലോമീറ്ററാണ്. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ജനങ്ങൾ കുഴിയിൽപ്പെട്ടോട്ടെ, അപകടത്തിൽപ്പെട്ടോട്ടെ, പക്ഷെ താൻ ശ്രദ്ധിച്ചേ പോവുള്ളൂ. അതാണ് ഇന്നലെ കണ്ട മുഖ്യമന്ത്രിയുടെ ആ യാത്ര. രജനി, ഇന്നലെ രാത്രി തൃശൂർ രാമനിലയത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രി വഴിമാറി ഇവിടെ കുന്നുംകുളം വഴി സാധാരണ വരുന്ന വഴിയാണ് ചൂണ്ടൽ കുറ്റിപ്പുറം റോഡിലെ സംസ്ഥാന പാത. ഇവിടെയുള്ള വൻ കുഴികൾ ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഇവിടെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ്. ഇതിനെതിരെ വലിയ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കുഴികൾ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ യാത്രാമാർഗം വഴിതിരിച്ചു വിട്ടത്. സാധാരണഗതിയിൽ ദൂരം കുറവ് ഈ വഴി വരുന്നതായിരുന്നു. 24 കിലോമീറ്ററാണ് ഈ വഴി വരുമ്പോഴുള്ള ദൂരം. എന്നാൽ 40 കിലോമീറ്ററോളം അധികമായി സഞ്ചരിച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് വടക്കാഞ്ചേരി വഴിയാണ് മുഖ്യമന്ത്രി ഇന്നലെ തൃശ്ശൂർ രാമനിലയത്തിലേക്ക് എത്തിയത്. ഈ വഴിയിൽ നിറയെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ആദ്യം ഒരുക്കിയിരുന്നതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കുന്നുംകുളത്തും മറ്റുമായിട്ട് വലിയ രീതിയിൽ തന്നെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഈ വഴി ഇത്തരത്തിൽ മോശമാണ് എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിക്ക് വ്യക്തമായതോടുകൂടി തന്നെയാണ് വഴിമാറി സഞ്ചരിക്കാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായത്. ഏതായാലും നാട്ടുകാരടക്കം വലിയൊരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഈ റോഡിന്റെ കുഴി അത് യാത്ര ചെയ്യാൻ കഴിയാത്തതാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തുന്നത്. നേരത്തെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വകാര്യ ബസ് തൊഴിലാളികളെല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു. അവർ ഈ മാസം 26 മുതൽ അനിശ്ചിതകാലത്തിലേക്ക് പണിമുടക്കിലേക്ക് കൂടി കടക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചിരിക്കുന്നത്. കിരണ, ഈ വഴിമാറി സഞ്ചരിച്ചാൽ മാത്രം പോരാ, ജനങ്ങൾക്കുള്ള സുരക്ഷിതമായിട്ടുള്ള റോഡ് കൂടെ ഒരുക്കണം. ഇതിലെന്തെങ്കിലും മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തതായിട്ട് അറിയാമോ? രജനി, ഇതുവരെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഏതാനും വർഷങ്ങളായി തന്നെ ഈ കുന്നുംകുളം മുതൽ തൃശൂർ പുഴക്കൽ വരെയുള്ള മേഖലകളിൽ റോഡിൽ കിലോമീറ്ററുകളോളം കുഴികളാണ്. നിരവധി വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് തന്നെ അപകടങ്ങൾ പറ്റുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആളുകൾ ഈ പരാതിയുമായി രംഗത്തെത്തുമ്പോൾ ഇതിൽ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്വകാര്യ ബസ് തൊഴിലാളികളെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ADM-ന് പരാതി നൽകിയിരുന്നു. പിന്നീട് ഇവർ സൂചനാ പണിമുടക്ക് നടത്തും എന്നുള്ളൊരു കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ ADM കൊണ്ട് പറഞ്ഞിരുന്നത് 25-ാം തീയതിക്കുള്ളിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കും എന്നുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഇതുവരെ, അതായത് ഇന്നിപ്പോൾ 23-ാം തീയതിയായി, എന്നാൽ പോലും ഇതിന്റെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾ 26 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കാനായിട്ട് തയ്യാറാകുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലെ കരാറ് എടുക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ റോഡിൽ അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഈ കുഴികൾ അടച്ചാലും വീണ്ടും അടുത്ത മഴയിൽ വീണ്ടും കുഴികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കരാറുകാരും തന്നെ ഇതൊക്കെ തന്നെ താൻ കണ്ടു, പക്ഷെ അതിൽ ഇടപെടലുകളൊന്നും നടത്തില്ല. താൻ സേഫായ റോഡിൽ കൂടെ തന്നെ പോകുമെന്ന് തന്നെ മുഖ്യമന്ത്രി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.